ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ വെറും 5 മിനിറ്റിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പൂരി മസാലയാണ് കേട്ടോ. പക്ഷേ ഉരുളക്കിഴങ്ങില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു പൂരി മസാലയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് ഇതൊന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒഴിച്ചിടേൻ്റെ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കമൻറ്റിൽ പറഞ്ഞ ഒരു കാര്യമാണ് പാൻ മാറ്റണം എന്ന്. കാരണം എൻ്റെ പാന് നോൺ സ്റ്റിക്ക് ഇളകിയതായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളത് കേൾക്കണ്ടേ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അഭിപ്രായമൊക്കെ മാനിച്ച് പുതിയ പാനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഉഴുന്ന് ചേർക്കാൻ ഞാൻ മറന്നു പോയതാണ്. ശരിക്കും ഇത് നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞാലാണ് ഉഴുന്നിടേണ്ടത് കേട്ടോ. മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സവാള ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പകരക്കാരനായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ. അപ്പോൾ അത് നമ്മുടെ വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കടലമാവാണ്. അപ്പോൾ ഞാനിതാ ഒരു 1.5 തവി, ഈ തവിക്ക് ഒരു 1.5 തവി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം ഉണ്ടാവും. ഇതൊരു 5-6 ആൾക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. എന്നിട്ടിതാ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ പൊടിയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം, ഇതെല്ലാം കൂടെ മിക്സായിട്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വെള്ളം ചൂടാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കടുക് പൊട്ടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കട്ടകളൊക്കെ കിട്ടും. അപ്പോൾ ആ കട്ടയൊക്കെ നന്നായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി അങ്ങനെയൊന്നും വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോലെ ഒരു ഭയങ്കര കട്ടയായിട്ടൊന്നും ഉണ്ടാവില്ല. വേഗത്തിൽ കട്ട ഉടഞ്ഞു കിട്ടും. അപ്പം നല്ല രീതിക്കൊന്ന് കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഗ്രേവിക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഒരുപാട് ലൂസായി പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങളടുത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടുക. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഇടുന്നില്ല. കാരണം എൻ്റെ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എനിക്ക് ആവശ്യമായിട്ടുള്ള പരുവത്തിനുള്ള ഗ്രേവിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുക. അപ്പം നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വെച്ചിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഇട്ടിട്ട് അതിനുള്ളിൽ ഈ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയാൽ നമുക്ക് നല്ല അടിപൊളി മസാല ദോശ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ ഈ മസാല ദോശയ്ക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.